നീതു മിഷൻ. ഞാൻ സ്റ്റാർട്ട് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ റെക്കോർഡ് ഇട്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു എന്റെ ഇതിലായിരിക്കും വരുന്നേന്ന്. ആ മിസ്സേ, ഓക്കെ ഓക്കെ. മിസ്സിന്റെ ഇന്നലത്തെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ ഓക്കെ ഓക്കെ, നോക്കട്ടെ കേട്ടോ. എന്തായാലും റെക്കോർഡിംഗ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. സ്റ്റാർട്ട് ചെയ്യാല്ലേ ഓക്കെ നമുക്ക്? മിസ്സേ, നമ്മളപ്പോ സമയം ഒരുപാട് നമുക്ക് ഇവരെ ആ വെയിറ്റ് ചെയ്ത് യെസ് യെസ് മുഷിപ്പിക്കണ്ട. യെസ്. മക്കളെ, പിന്നെ നമ്മൾ ഇന്നലെ പറഞ്ഞതുപോലെ നിങ്ങളെല്ലാം ചെയ്തിട്ട് വന്നിട്ടുണ്ടാവും. ചെയ്യാത്തവര് ടെൻഷൻ ആവണ്ട. ചെയ്യാത്തവർക്ക് അവസരമുണ്ട്. ഓ ഓ, അഹമ്മദ് മിസ്ബാഹൊക്കെ കാണിക്കുന്നുണ്ട്. ഉം. മിസ് ഓരോരുത്തരുടെ പേര് വിളിക്കാവേ. ഓരോരുത്തരുടെ പേരായിട്ട് വിളിക്കാം. നേഹ, സൈം. നേരെ ഇരുന്നാണ് സൈം. ഒന്ന് ഉഷാറായിട്ടിരുന്നേ. ഓക്കെ. അപ്പോ നേഹ, നേഹ മോള് എഴുതിയിട്ടുണ്ടോ? ഇന്നലെ പറഞ്ഞതുപോലെ എഴുതിയോ മോള്? ആ, കാണിച്ചേ എഴുതിയെങ്കില്. ഒന്നുകൂടെ അടുപ്പിച്ച് കാണിക്കാമോ മോളെ? മിസ്സിന് കാണുന്നുണ്ടോ? ഫോർമുലാസ് അല്ല വാവേ. നമ്മൾ ഇന്നലത്തെ ക്ലാസ്സിൽ വേറൊരു ഫോർമുലാസ് അല്ല കാര്യം പൊന്നുമണി. പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? നിങ്ങളുടെ പേരുകൾ എഴുതിയിട്ട് വരാൻ മിസ് പറഞ്ഞില്ലേ? അത് എഴുതിയിരുന്നോ മോള്? എന്തേ? ഞാൻ ഇന്നലെ ക്ലാസ്സിലില്ലേന്നു. ക്ലാസ്സിൽ ഇല്ലായിരുന്നോ? റെക്കോർഡ് കണ്ടില്ലേ പൊന്നുമണി? ഇന്നലെ നമ്മള് ഗ്രൂപ്പിലൊക്കെ അറിയിച്ചിട്ടുണ്ടായിരുന്നു റെക്കോർഡ് കാണാൻ. കണ്ടില്ലേ? ഓക്കെ, കുഴപ്പമില്ല. നമുക്ക് ഇപ്പോ നമുക്ക് അടുത്ത് ഇവിടെ ഇവര് ചെയ്യുന്നത് നോക്കിയിട്ടിരിക്കണേ. മിസ് ഒരു കാര്യം പറയാം. ഓക്കെ, അപ്പൊ മോൾ അത് ചെയ്താൽ മതി. ജാൻവി, ജാൻവി ഇന്നലെ ക്ലാസ്സിലുണ്ടായിരുന്നോ? ജാൻവി ഇല്ല. ഞാൻ റെക്കോർഡ് കണ്ടിരുന്നോ? ജാൻവി, മിസ് ജാൻവി മിസ് മിസ്സേ റെക്കോർഡ് കണ്ടോ? ആ, റെക്കോർഡ് കണ്ടു റെക്കോർഡ് കണ്ടു. എന്നിട്ട് റെക്കോർഡില് മിസ് ഒരു കാര്യം ചെയ്തിട്ട് വരാൻ പറഞ്ഞു. മോൾ അത് ചെയ്തോ? അല്ലേ എവിടെ? ഡ്രോയിങ് ശരി. ഫാസ്റ്റ് ഫാസ്റ്റ്. ഡ്രോയിങ് എല്ലാരും പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യണേ. ആ, ഡ്രോയിങ്ങാ, ഡ്രോയിങ്ങാ. നോക്കട്ടെ, കണ്ടില്ല. രണ്ട് വാവ്. ഓക്കെ, ജാൻവിക്ക് മനസ്സിലായില്ല എന്ന് തോന്നുന്നുണ്ട്. എനിക്ക് വയ്യ. ജാൻവി എവിടെ? വരച്ചിരിക്കുവാണ്. ഞാൻ കണ്ടില്ല മിസ്സേ. ഒന്നും കൂടെ ഒരിക്കൽ കാണിച്ചു കൂടെ കൊടുത്തേ, പാവ കാണിക്കും. ഷാഡ. ഇതാരാ? വാവ്, സൂപ്പർ. ഷാഡയാണോ? നെറ്റ് പോയിക്കൊടുക്കണം. അതിൽ എന്താ എഴുതിയിട്ടുള്ളത്? ജാൻവിക്ക് വായിക്കാൻ പറ്റോ? എഴുതിയിട്ടില്ല, അവള് ഒന്നും വരച്ചിട്ട് എഴുതിയില്ല. മാത്രമേ ഉള്ളൂ. ഓക്കെ ഓക്കെ. നമ്മൾ ഇവിടെ അഹമ്മദ് മിസ്ബാഹ് ചെയ്തിട്ടുണ്ടല്ലോ. മിസ് ആ ഒന്നും യെസ്. കൂടെ ഉണ്ട്. ആ വേഗം ആ, കാണിച്ചേ. ഒന്നും കൂടെ. കളർ കൊടുത്തില്ല. സംഭവം കിട്ടിയിട്ടില്ല ആൾക്ക് ആ കൃത്യമായിട്ട്. ആ അതാ. യെസ് യെസ്. ആ, കൊള്ളാം കൊള്ളാം. കൊള്ളാല. ഓക്കെ, മിസ്ബാഹ്, മിസ്ബാഹ് ചെയ്തിട്ടുണ്ടെങ്കിൽ കാണിക്കുമോനെ? മിസ്ബാഹ് യെസ്, മിസ് ബേഡ കാണുന്നുണ്ട്. ആ യെസ്, ചെയ്തു. ഓക്കെ. ഐ ആം നവാവിൻ അബാക്ക സ്റ്റുഡന്റ്. പറഞ്ഞ് വായിച്ചേ, ബാക്കി എന്തൊക്കെയാണെന്ന് വായിച്ചേ. മോനെ അത് വായിച്ചേ. മോനെ എഴുതിയിരിക്കുന്നത് നല്ല ഭംഗിയുണ്ടോ? ഒന്ന് വായിച്ചേ. ആ സ്റ്റുഡന്റ് ആ പേര് എഴുതിയപ്പോ അഹമ്മദ് KS. ആ, I like about class very much. വെരി ഗുഡ്. നമിക്ക് നമിക്ക് വരച്ചിരുന്നോ? ആ, കാണിച്ചേ. നോക്കട്ടെ, നന്നായിട്ട് പിടിക്കേ. ഓ, ആ, ഓക്കെ. എനിക്ക് വയ്യ. അത് ഒന്നും വായിച്ചേ, കൂടെ. അത് വായിച്ചേ. ഓക്കെ ഓക്കെ. അബാക്കസ് ഒക്കെ വരച്ചിട്ടുണ്ട്. ടൂൾസ് ഒക്കെ. ആ മോനെ അത് വായിച്ചേ. എന്താ എന്താ എഴുതിയിരിക്കുന്നത്? വായിച്ചേ. I am Navamin student. Abacus ഉം, student. Namik Zain Ahmad K. ഉം, Neetu ma'am class is ഉം. good. ഓക്കെ, വെരി ഗുഡ്. കൊള്ളാലോ. റഹ്മത്ത് ചെയ്തിട്ടുണ്ടോ? റഹ്മത്തെ സമയപരിമിതി ഉള്ളതുകൊണ്ടാണ് മക്കളെ, റെക്കോർഡാണിത്. മാം ഒരു മിനിറ്റ് കാണിക്കാം. ഓക്കെ, ഓക്കെ, കുഴപ്പമില്ല. അപ്പൊ അയാസ് വേറൊരാളെ ചെയ്തിട്ടുണ്ടോ? വിളിക്കാം.
അയാസ് ചെയ്തിട്ടുണ്ടോ മോനെ? മാം ചെയ്തില്ല, ഞാൻ മറന്നു. ഓക്കെ, മറന്നുപോയി. ഓക്കെ, അയാസ് പിന്നെ ഇപ്പൊ പറയണേ. ഇന്ന് നോക്കിയേ ചെയറ് കറങ്ങാൻ മുമ്പേ. ഇപ്പൊ നമ്മൾ ഇവരുടെ അടുത്ത് പറഞ്ഞത് നന്നായിട്ട് ഒരു പിക്ചർ വരച്ചിട്ട് വരിക. നേഹ മെഹ്റൻ ശ്രദ്ധിക്കുക, ജാൻവി ശ്രദ്ധിക്കുക. നന്നായിട്ടൊരു പിക്ചർ വരയ്ക്കുക. അത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും വരയ്ക്കാം. അതിൽ നിങ്ങളുടെ പേര്, ഐ ആം നവാവിൻ അബാക്കസ് സ്റ്റുഡന്റ്, അവരുടെ പേര്, അതോടൊപ്പം തന്നെ നീതു മിസ്സിന്റെ പേര് നിങ്ങൾക്ക് എഴുതാം. അതുപോലെ തന്നെ നിങ്ങളുടെ ക്ലാസ്സിനെ കുറിച്ച് ഒരു അഭിപ്രായം പറയാനാ പറഞ്ഞത് നമ്മള് ഇന്നലെ. ഓക്കെ, അപ്പൊ അത് അതിൽ ഒരു നിങ്ങൾക്ക് ഒരു വേർഡോ ഒരു കമന്റോ എഴുതി കൊണ്ടുവരാൻ പറഞ്ഞിരുന്നു. നിങ്ങൾ അത് ചെയ്തില്ല. അപ്പൊ അയാസ് ഇപ്പോ അത് പറയണം. മനസ്സിലായോ? അയാമിൻ നവാബിൻ അബാക്കസ് സ്റ്റുഡന്റ്, ക്ലാസ്സിനെ കുറിച്ചുള്ള ഒരു കമന്റ് പറഞ്ഞേ മോൻ. ഗുഡ് ആണോ ബാഡ് ആണോ എന്ന് അയാസ് പറ മോനെ. മാം ദ ക്ലാസ് ഇസ് ഗുഡ്. അതിനു മുന്നേ അയാസിന്റെ പേര് പറയണ്ടേ? ഒന്നും ഞങ്ങക്ക് സമയമില്ല മിസ്സേ. My name is Okay, നേഹ Ayaz. മെഹറിൻ. നേഹ മെഹറിൻ, മോൾക്ക് ഇപ്പൊ മനസ്സിലായോ മിസ് എന്താണ് പറഞ്ഞതെന്ന്? സമയമില്ല കേട്ടല്ലോ ജാൻവിക്ക് നേഹാക്ക് ഒന്നും. ആ, നമുക്ക് ഓക്കെ. അടുത്ത നെക്സ്റ്റ്. സൈം ചെയ്തോ മോനെ? സൈം ചെയ്തോ? മാം ഡ്രോ ചെയ്ത് നെയിമുകൾ എഴുതിയിട്ടില്ല. ഡ്രോ ചെയ്ത് നോക്കട്ടെ. വാ, ഓക്കെ, സൂപ്പർ. ഓക്കെ. വയ്യ. മോനെ മോനിപ്പൊ പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. മോനെ കുറിച്ച് ഒന്ന് പറഞ്ഞേ. അതുപോലെ തന്നെ ക്ലാസ്സിനെ കുറിച്ചൊരു കമന്റ്. I am Nawavin Abacus student. I am Zain Ramin. I love this class. ഓക്കെ, കഴിഞ്ഞോ? Yes. ഓക്കെ, എന്തായാലും നന്നായിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടല്ലോ. ഓമർ വരച്ചിരുന്നോ? Yes. ആ, കാണിച്ചേ നോക്കട്ടെ. ഓ, ആ, എന്തായാലും ശ്രദ്ധിച്ചിട്ടുണ്ട്. മിസ് കാണുന്നുണ്ടല്ലോ ഓമർ കണ്ട് വരച്ചത്. കണ്ട് കണ്ട്. മോനൊന്ന് വായിച്ചേ അത്. I am Nawavin Abacus student. I am Omar Falah. ഓക്കെ, ക്ലാസ്സിനെ കുറിച്ച് കമന്റ് എഴുതിയിട്ടുണ്ടോ മോൻ? എഴുതിയില്ല. No. പറയാനുണ്ടോ എന്തെങ്കിലും കമന്റ് ക്ലാസ്സിനെ കുറിച്ച്? Yes. എന്താണ് മോന് പറയാനുള്ളത്? ഓ, ഇനി സെഹ്റ മോള് വരച്ചിരുന്നോ? Yes, ma'am. കാണിച്ചേ. എല്ലാരും വരയുടെ ആശാത്തികളാ. വാവ്. മോൾ അത് എഴുതിയതൊന്ന് പറഞ്ഞേ. എൻ്റെ പേര് സഹറ മെഹറി. ഞാൻ അബാക്കസിൽ പഠിക്കുന്നു. എനിക്ക് അബാക്കസ് വളരെ ഇഷ്ടപ്പെട്ടു. അബാക്കസ് ചെയ്യുന്നതും വളരെ ഇഷ്ടപ്പെട്ടു. ഉഷാറായിട്ടുണ്ട്. ഇത് കുറച്ചുകൂടെ ശ്രദ്ധിച്ച് കേട്ടിട്ടുണ്ടോ മോൾ നമ്മൾ ചെയ്യാൻ പറഞ്ഞത്? ഓക്കെ, അടുത്ത ഹൈദർ. എന്താണ് ഹൈദർ സാറേ വരച്ചിട്ടുണ്ടോ? സ്റ്റിക്കർ ഇടാനല്ല. ഇന്നലെ ലീവ് മ്യൂട്ട് ആയിരുന്നു. മാറ്റിയേ ഹൈദർ. റെക്കോർഡ് കണ്ടില്ലേ ഹൈദർ? ഇല്ല. ഹൈദറിന് എന്ത് പറയാനുണ്ട് ഇപ്പൊ പറയും. ഇപ്പൊ ഒമറൊക്കെ പറഞ്ഞതുപോലെ വരച്ചിട്ടില്ലെങ്കിൽ ഹൈദർ പറയും അയാമിൻ നവാബിൻ അബാക്കസ് സ്റ്റുഡന്റ്. ക്ലാസ്സിനെ കുറിച്ച് പറഞ്ഞേ ഹൈദറിന്റെ പേരും പറഞ്ഞിട്ട്. എന്റെ കുട്ടിക്ക് ഭയങ്കര നാണം. നീതു മിസ്സിനെ ഇഷ്ടപ്പെട്ടില്ലേ? അബാക്കസ് ഇഷ്ടപ്പെട്ടില്ലേ ഹൈദറിന്? പറയാൻ പറ്റൂല അത്. ഓക്കെ, അബ്ദുറഹ്മാൻ. പറഞ്ഞു. സൗണ്ടിൽ പറയേ. അബ്ദുറഹ്മാൻ എഴുതിയിട്ടുണ്ടോ? ഇല്ല. അപ്പൊ പിന്നെ പറയാൻ പറ്റുമോ?
പറയോ ഇവിടെ പറഞ്ഞതുപോലെ? പറയാൻ നോക്കട്ടെ. ഓ ആ പറയ്, നോക്കട്ടെ പറയ്. അങ്ങനെയൊന്നും പെട്ടെന്ന് പറയാൻ പറ്റില്ല. നോക്കട്ടെ, വേണമെന്നൊക്കെ ആളെ ആലോചിക്കട്ടെ. ആദ്യം എഴുതിയിട്ടുണ്ട് ആദ്യ ചെയ്തിട്ടില്ല. ആദ്യം എഴുതിയ മോള്. ഏ ചെയ്തിട്ടില്ല. ചെയ്തിട്ടില്ല. പറയാൻ പറ്റുമോ മോക്ക്? ആ പറഞ്ഞോളി. I am a Navarin Abacus student. My name is Atya Mubarak. ഉം, This class is good. I like. ഓക്കെ. ഹംദാൻ ചെയ്തിട്ടുണ്ടാ? ഹംദാൻ Yes, ma'am. കാണിച്ചോളി. ആ ഓ വാവ്, സൂപ്പർ. എന്താണ്, എന്താണ് അബാക്കസ് ഉണ്ട്, എഴുതിയിട്ടുള്ളത്? കാറുണ്ട്, ബസ് ഉണ്ട്. എനിക്ക് ഇഷ്ടായി. ഉം, ആ എന്താണ് എഴുതിയിരിക്കുന്നത്? ഒന്ന് വായിച്ചേ. Navamin Abacus. My Neetu ma'am teach me everything about abacus. I love abacus. I am ready for second term. വെരി നല്ല ഗുഡ്. പിന്നെ ഞങ്ങൾ അടുത്താണ് കളി. ആ, ഫൈഹ ഫാത്തിമ മോള് ചെയ്തിട്ടുണ്ടാ? ഫൈഹ ഫാത്തിമ Yes, ma'am. കാണിച്ചേ. ആ വാവ്, മോളൊന്ന് വായിച്ചേ. I am a Navarin Abacus student. Faiha, I learned new technique. Abacus is very important and interesting. I love Neetu ma'am. Thank you. താങ്ക് യു. Neetu ma'am. ആ Neetu നീതു ma'am. അയ്യോ. മക്കളെ എല്ലാരും ഒന്ന് പിന്നെ ക്ലാപ്പ് കൊടുത്തേ. എനിക്ക് അയച്ചു തരണം കേട്ടോ അത്. മോളെ ഇത് Okay. ആരാ അയച്ചതാ, വരച്ചതാരാ? മാം അവള് വരയ്ക്കും. ആണോ? വെരി ഗുഡ്, കേട്ടല്ലോ. ഇത്രയും ദിവസം കണ്ടത് വെച്ചിട്ട് മോളത് ട്രൈ ചെയ്ത് അത്രയും നന്നായിട്ടുണ്ട് അല്ലേ മിസ്സേ? അതെ അതെ. നിങ്ങളെ കൊണ്ട് ഇങ്ങനെ നിങ്ങളെ വരയ്ക്കാൻ പറ്റോ ഫൈഹാനെ പോലെ? എന്തായാലും എല്ലാരും ഒന്ന് ക്ലാപ്പ് ചെയ്തേ ഒന്ന്. ഫൈഹാക്ക് മിസ്സിനെ നന്നായിട്ട് വരച്ചിട്ടുണ്ട് കേട്ടല്ലോ. ഗുഡ് ഗേൾ. പിന്നെ എല്ലാവർക്കും പറ്റും ഇതുപോലെ ഓരോരോ കാര്യങ്ങൾ ചെയ്യാൻ. അബ്ദുറഹ്മാൻ സാർ പറയോ സാർ? സാർ ഒന്ന് പറയൂ. പറയേ, മൈക്ക് മ്യൂട്ട് മാറ്റി. ചിരി നോക്കിയാണ്. പറഞ്ഞോ, പറ്റില്ല. ആ ഞാൻ ആ പറഞ്ഞുതരാം. അയാമിൻ അയാമിൻ പറഞ്ഞോ, മിസ് പറഞ്ഞുതരാം. അബാക്കസ് സ്റ്റുഡന്റ്. student. My ഓക്കെ. name is Abdurrahman. ആ അടുത്ത് അബാക്കസ് മലയാളത്തിൽ പറഞ്ഞാ മതി മോൻ. മലയാളത്തിൽ. ആ അബാക്കസ് ഇഷ്ടമുണ്ടോ ഇഷ്ടമില്ലേ? നീതു മേമിനെ ഇഷ്ടമുണ്ടോ I ഇഷ്ടപ്പെട്ടില്ലേ? like abacus. ആ Uh, നീതു മാം ഈസ് I like to study. My teacher is very good. അറിഞ്ഞൂടാന്ന് പറഞ്ഞ് ഇത്രയും പറയുന്നു ഞാൻ വിചാരിച്ചില്ല. മിസ് ഞങ്ങൾക്ക് മതിയായല്ലോ. അടുത്ത് ഐഷ. ഐഷ ഫൈഹാന്റെ പിക്ചറൊക്കെ കണ്ടു കേട്ടല്ലോ. നാച്ചുറലൊക്കെ വരച്ചു വെച്ചിട്ടുള്ള കൊള്ളാം. ഐഷ ഫൈഹ മിസ് പറയുന്ന കേൾക്കുന്നുണ്ടോ മോള്? പിന്നെ അത് ഒന്ന് പേഴ്സണലി സെൻഡ് ചെയ്യാൻ വേണ്ടിട്ടാ. ഓക്കെ Okay. ഓക്കെ. ഐഷ ചെയ്തിട്ടുണ്ടോ മോളെ ഇന്നലെ പറഞ്ഞത്? ഓക്കെ, പറയാൻ പറ്റുമോ ഇപ്പൊ ഇവിടെ എല്ലാരും പറഞ്ഞതുപോലെ? Yes. ഓക്കെ പറഞ്ഞോളി. സമയം കുറവാണ് മക്കളെ, അതുകൊണ്ടാണേ. I am Nawab Abacus. My name is Aisha Nahar. My abacus class was beautiful days in those days, and my needles are so beautiful. വയ്യ. വയ്യ. ആ, എഴുതിയിരുന്നെങ്കിൽ താങ്ങൂല. അതെ അതെ, അതുകൊണ്ടാ. വെറുതെ അല്ല അവൾ എഴുതാതിരുന്നേ. റഹ്മത്ത് വീഡിയോ ഓൺ ചെയ്യോ? മോളെ എഴുതിയിട്ടുണ്ടോ റഹ്മത്ത്? ജാൻവി റഹ്മത്ത് ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. എന്താണ്? നോക്കാം കേട്ടല്ലോ. പിന്നെ റഹ്മത്തെ
റഹ്മത്ത് റിപ്ലൈ ചെയ്യണേ, ടൈം വളരെ കുറവാണ്. ഐഷ വീഡിയോ ഓൺ ചെയ്തോളി. റഹ്മത്ത്. ഓ ഓ ഞാനിപ്പോ ഒന്ന് വരച്ചു. കാണിച്ചെന്നാണ്. നേഹ മെഹറിൻ മോൾ എന്താണ് എഴുതുന്നത്? ആ ജാൻവി ഒരു കലാകാരിയാണ് കേട്ടല്ലോ. എല്ലാരും മഞ്ഞ ഭയങ്കര ഡ്രസ് ഇട്ടുണ്ട്, കലാകാരിയാണ്. മഞ്ഞ ബട്ടർഫ്ലൈ. അതെ, അല്ല നേഹ അവർക്കറിയാം. മെഹറിൻ മോൾ എന്താ ചെയ്യുന്നത്? ഞാൻ പറയാം. ഓക്കെ, പറഞ്ഞോളി. My name is Janvi Sanel. I'm in student. I love abacus class. Thank you. വെൽക്കം. താങ്ക് യു. ഞങ്ങളും പറയാണ്. പിന്നെ നേഹ മെഹറിൻ മോൾ എന്ത് ചെയ്യാ മോളെ? ഇപ്പൊ വരയ്ക്കാണ് അല്ലേ? എനിക്ക് തോന്നി മോൾ അത് ചെയ്യാണെന്ന്. മോൾ അത് പറഞ്ഞേ, വായിച്ചേ. Student. I like abacus and I also like Nido ma'am class. Thank you, Nawami. ഓക്കെ, താങ്ക് യു. കണ്ടല്ലോ, ഇത്രയും സമയം കൊണ്ട് കുട്ടി ചെയ്തില്ലേ? ഒമർ അതുപോലെ ചെയ്തിരുന്നോ? മോനത് ചെയ്തിരുന്നോ? ഒമർ വരയ്ക്കുന്നുണ്ടോ? ഒമർ ഇല്ല. മക്കള് നേരത്തെ ലീവ് ആയിപ്പോണ്ടാണ്. സയീം ഇത് വരയ്ക്കുന്നതാണോ? സൈം എന്താ ചെയ്യുന്നേ? സയീം റഹ്മത്ത് വന്നു. റഹ്മത്ത് മോളെ ചെയ്തിട്ടുണ്ടോ മോളെ? Yes, ma'am. കാണിച്ചോളി. വാവ്, ഇത് കാണാതെ പോയിരുന്നെങ്കിലോ ഞങ്ങള്. വാവ്, മോളത് വായിച്ചേ. I am a Nawami Abacus student. My name is Rahmatina. Abacus classes, I like this. Needu ma'am is good teaching for the abacus. ഓക്കെ, വെരി ഗുഡ് താങ്ക് മോളെ. യു. Ma'am, കുറച്ചും കൂടെ പറയാനുണ്ട്. Abacus is believed to sharpen the brain and improve concentration, memory, and problem-solving skills. Thank you for abacus, Nawami. പിന്നെ വേറെ ഇവിടെ നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പാട്ട് പാടുന്നവർക്ക് അവസരമുണ്ട്, സ്പീച്ച് പറയുന്നവർക്ക് അവസരമുണ്ട്. ആര് ചെയ്യും? ഡ്രോയിങ് വരച്ചിട്ടുണ്ടെന്ന് കാണിച്ചു. ഓക്കെ, മിസ്ബ വരച്ചിരിക്കുന്ന കൊള്ളായി, ഞാൻ കണ്ടു നന്നായിട്ടുണ്ട്. കേട്ടല്ലോ, നല്ല രസമുണ്ട്. നല്ല രസമുണ്ട്. എല്ലാരും ഭയങ്കര കലാകാരന്മാരാണല്ലേ, എനിക്ക് വയ്യ. ഐഷ വരച്ചോന്ന് നോക്കിയാ മിസ്സേ. മിസ്ബ കൊള്ളാം, കൊള്ളാം, രസമുണ്ട്. മിസ്സേ ഐഷനെ ഒന്ന് നോക്കണേ. അത് ഞാൻ തന്നെ അങ്ങ് പറഞ്ഞു. റഹ്മത്ത്, ഇത് ആരാ? ഐഷ നല്ല ക്യൂട്ട് ആയിട്ടുണ്ട് കേട്ടല്ലോ ഐഷ വരച്ചിരിക്കുന്നത്. ഓക്കെ മക്കളെ, പാട്ട് പാടുന്നത് ആരാണ്? ഈ റൈസ് ഹാൻഡ് ചെയ്തവരൊക്കെ എന്തിനാണ്? ഒന്ന് പറഞ്ഞോളി. ഹംദാൻ എന്തിനാ മോനെ? വരച്ചോ, കൊള്ളാം. കൊള്ളാം. കളറുകളുടെ ഒരു മായാജാലം. ഹംദാൻ മോൻ എന്തിനാണ് റൈസ് ഹാൻഡ് ചെയ്തത്? നേഹ മോൾ എന്തിനാണ് റൈസ് ഹാൻഡ് ചെയ്തത്? പാട്ട് പാടിക്കോളി. ഇതാണ് കേട്ടല്ലോ സ്പിരിറ്റ്. പാടിക്കോളി മക്കളെ. എല്ലാരും ഫ്രണ്ടിനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. അപ്പൊ പാട്ട് പാടിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുന്നറിയാമോ? നിങ്ങൾ നിറയെ ലൈക്ക് കൊടുക്കാം, ഹാർട്ട് കൊടുക്കാം. ഓക്കെ നേഹ. കണ്ടോരൊക്കെ പറഞ്ഞു മദീനത്ത് ഒന്നുകൂടെ പോകണം, നടന്ന് മുത്തിന്റെ ചരത്ത് ഒന്നുകൂടെ ചെല്ലണം. കണ്ടോരൊക്കെ പറഞ്ഞു മദീനത്ത് ഒന്നുകൂടെ പോകണം, നടന്ന് മുത്തിന്റെ ചരത്ത് ഒന്നുകൂടെ ചെല്ലണം. കരഞ്ഞ് മനസ്സ് കൊതിച്ച് കഥകൾ പറയണം, കരള് പറിച്ചു കൊടുത്ത് ഹബീബിന് ഇഷ്ക് വാങ്ങണം. കരഞ്ഞ് മനസ്സ് കൊതിച്ച് കഥകൾ പറയണം, കരള് പറിച്ചു കൊടുത്ത് ഹബീബിന് ഇഷ്ക് വാങ്ങണം. അങ്ങനെ ആശിക്കായി തീരണം. കണ്ടോരൊക്കെ പറഞ്ഞു മദീനത്ത് ഒന്നുകൂടെ പോകണം,
നടന്ന് നടന്ന് മുത്തിന്റെ ചരത്ത് ഒന്നുകൂടെ ചെല്ലണം. താങ്ക് യു. അടിപൊളി. ഞങ്ങളാ താങ്ക്സ് പറയണ്ടേ കേട്ടല്ലോ, ഞങ്ങളാ താങ്ക്സ് പറയണ്ടേ. നിങ്ങള് നേഹാക്ക് പിന്നെ ഹാർട്ടൊക്കെ കൊടുക്കണ്ടേ? കൂട്ടുകാർ എന്ത് നല്ല പാട്ടാണ് പാടിയത്. ജാൻവി മോള് പാടിക്കോളെ. ഒരു മിനിറ്റ് മിസ്സേ, ആദ്യം ഹാൻഡ് റൈസ് ചെയ്ത ആത്തിയാണ്. ആത്തിയ, ഓക്കെ, ആ ആത്തിയ പാടിക്കോളെ. ഞാനേ ആദ്യം കാണുന്നതിന് പറഞ്ഞേ. ആ ഓക്കെ ഓക്കെ. ആത്തിയ ആദ്യം സ്റ്റാർട്ട് ചെയ്തോളൂ. നേഹയ്ക്ക് പുറകെ തന്നെ ചെയ്തു. अगला मजबूरेनु आन जान तिपसोरेनु जहर बने हाँ तेरी बेजावा मैं पूरी नु आना सियो नहीं आया दिल बांग बांग मेरे टकराया कागा बोल के दस जावे बावा क्यों दे चोरी नु रावंज पावंज ओना लगा कोई मैनू ना रोके मेरे डोल जुदाई दिल खबर की वह होवे आ जावे दिल तेरा पूरा भी ना होवे आहा बने दरिया दे कल बात की ना होवे आ जावे दिल तेरा पूरा भी ना होवे भूल गई मजबूरी नो दुनिया दी दस्तूरी नो साथ तेरा है वो तेरा हो न कर जरूरी नो आन से रास्ता याद चला ए बना दिल दिल हमारा ए बनाया शायद अधूरी नो पारी मचावा मैं तेना बुलावा बिन सारी ना हो मेरे ढोल जुटाया दिल खबर की वह होवे आ जावे दिल तेरा पूरा भी ना होवे आहा बने तेरा पूरा भी ना होवे. അടിപൊളി. സൂപ്പർ കേട്ടല്ലോ. ഇന്നെങ്ങാനും ഞാൻ ഈ ക്ലാസ് ആബ്സെന്റ് ആയിരുന്നെങ്കിൽ ഇത്രയും ഇംഗ്ലീഷ് പാട്ട്, ഹിന്ദി പാട്ട് കേൾക്കാൻ പറ്റുമായിരുന്നോ? ഇപ്പൊ ഷാഡ ഓക്കെ, പുറത്താക്കിയാണ്. ജാൻവി ആ പാടിക്കോളി. അങ്ങ് വാനക്കോണില് മിന്നി നിന്നൊരമ്പിളി അമ്പിളിക്കലയ്ക്കുള്ളില് ചോരക്കാൺമുയൽ ഇങ്ങ് നീലത്തുരുത്തില് നീർപ്പരപ്പിൽ നിഴലിടും അമ്പിളിക്കലയ്ക്കുള്ളില് ആമക്കുഞ്ഞനോ ആമക്കുറുമ്പനെന്ന് നെഞ്ചത്ത് വെച്ച് ചെല്ലത്തിലോ ഭൂമിയെപ്പാടെ മൂടും അത്രയും വെറ്റിലെന്ന് വെക്കാം കുഞ്ഞിലും വാവേ കഥ കേട്ട് മെല്ലെ മിഴിമാവ് മാവിൻ ചൂടിൽ ഉറങ്ങ് ഉറങ്ങ് പൊന്നെ. താങ്ക് യു. ഞാനെങ്ങാനും ഉറങ്ങി പോകുമെന്ന് പേടിച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് നുള്ളി നോക്കുന്നുണ്ടായിരുന്നു. അത്രയ്ക്ക് സൂപ്പർ ആയിട്ട് ജാൻവി പാടി. അടുത്ത ആയിഷ മോള് റൈസാൻ ചെയ്തിരിക്കുന്ന പാടാനാണോ പൊന്നോണി? എന്നാ പാടിക്കോളി. അച്ഛന്റെ പോക്കറ്റിൽ മഞ്ഞന്റെ മുതുകിൽ നന്നായി ജീവിക്കാനായിരമുറഹ അച്ഛന്റെ ഇടയിൽ റിങ്ങിന്റെ നടുവിൽ എന്റെ ഒരു ഇടിക്കും കൂടായിരമുറഹ വിശ്വം എതിരാളി ലോകം മോത്തനം എന്നിടക്കിരുന്നിട്ടുണ്ടോ കെട്ടിപ്പിടിക്കണ കടകടി സ്നേഹം ഒരു പിടി അങ്ങനെ യൂരിനുവ എന്നെ ഇവിടുന്ന് തടകണ കടകടി സ്നേഹം കൊള്ളാൻ മൈൻഡിന് പോരിനുവ വാക്കിന് വന്നില്ലേ നമ്മടെ കറങ്ങണ കാറ്റാടി താക്കോലടിയിൽ വെച്ചാലും വഴിക്കാം എന്നെല്ലാം സാറ്റാടി. അല്ല താങ്ക് യു മാം. ഇനി ഒരല്പം കൂടെ പാടിയാണെങ്കിൽ ഞാൻ ഈ ഫോണൊക്കെ വെച്ച് ഇവിടെ നിന്ന് ഡാൻസ് കളിച്ചേനെ. ശ്ശോ. അടുത്ത പിന്നെ ഹൈദർ ഹൈദർ. ഹൈദർ സാർ പാടി. ഓപ്പൺ. മൈക്ക് ഓണാക്കൂ. മൈക്ക് ഓണാക്കി പാടിക്കോ. ഓണാക്കിയിട്ടുണ്ട്, ഓണാക്കിയിട്ടുണ്ട്. അതിലും മേലെ ഇഷ്ടം എന്റെ നബിയോട്
لا يؤمن أحدهم بالله لا يؤمن أحدهم بالله إلا بحب رسول الله ഉപ്പ ഉമ്മ അതിലും മേലെ ഇഷ്ടം എൻ്റെ നബിയോട് ലാ യുഅ്മിനു അഹദും ബില്ലാ ലാ യുഅ്മിനു അഹദും ബില്ലാ ഇല്ലാ ബിഹുബ്ബി റസൂലില്ലാ കവിതകൾ പാടി പാടി കവിതകൾ ഇനിയും ബാക്കി കവിതകൾ പാടി പാടി കവിതകൾ ഇനിയും ബാക്കി പടപ്പുകളെല്ലാം കവിതന്മാരും എഴുതിത്തീരില്ല നബിയുടെ മധുഹിലഞ്ഞവരെ നിങ്ങൾക്കല്ലേ ഫിർദൗസ് നബിയുടെ മധുഹിലഞ്ഞവരെ നിങ്ങൾക്കല്ലേ ഫിർദൗസ് അങ്ങേക്കൊരായിരം സമ്മാനമായി അങ്ങിലേക്ക് വരട്ടെ ഞാൻ അങ്ങേക്കൊരായിരം സമ്മാനമായി അങ്ങിലേക്ക് വരട്ടെ ഞാൻ ഉപ്പ ഉമ്മ അതിലും മേലെ ഇഷ്ടം എൻ്റെ നബിയോട് ലാ യുഅ്മിനു അഹദും ബില്ലാ ലാ യുഅ്മിനു അഹദും ബില്ലാ ഇല്ലാ ബിഹുബ്ബി റസൂലില്ലാ മിസ്സേ, ഈ പാട്ടിന് നമ്മള് നന്നായിട്ടുണ്ടെന്ന് പറയണോ? വേണ്ടല്ലോ. ഇത്രയും നന്നായിട്ട് പാടാൻ അറിയാതിരുന്നിട്ട് വീഡിയോ ഓൺ ആക്കാൻ മടി. ഉമ്മച്ചി എത്ര തവണ പറയണം? അപ്പൊ നമ്മളിത് സൂപ്പറാണെന്ന് പറയണോ? ഹൈദരൂട്ട നന്നായിട്ട് പാടിയിട്ടുണ്ട് കേട്ടല്ലോ. ഓക്കെ, ഇനി അടുത്ത അബ്ദുറഹ്മാൻ പാട്ട് പാടാനായിട്ട് വരൂ. എപ്പോഴും സംഘങ്ങളോടൊപ്പം ചിന്തിക്കുന്ന അബ്ദുറഹ്മാനാണ്. ഏതായാലും കുഴപ്പമില്ല, ഇന്ന് നിങ്ങളുടെ ദിവസം. പാടിക്കോട്ടെ. അതിന് ഇംഗ്ലീഷ് നിങ്ങളുടെ ദിവസമാണ്. ഏതായാലും കുഴപ്പമില്ല, പാടിക്കോ. I just woke up from a dream. You all had to say goodbye. എപ്പോഴും അബ്ദുറഹ്മാനെ ഡിസ്റ്റർബ് ചെയ്യുന്നത് പിന്നെ ചുറ്റും കൂടെ ഇരിക്കുന്നവരാണ്. നന്നായിട്ടുള്ള കുട്ടിയാണേ. ചുറ്റും ഇരുന്നിട്ട് ആരൊക്കെയോ ഡിസ്റ്റർബ് ചെയ്യുന്നതാണ്. I just woke up from a dream. Jimola had to say goodbye. I don't know where in the deed. Since I survived the eyes. You ever go best and follow. Nobody's promised tomorrow. I'm little night kiss last night. Night kiss last night. If the world was ending, I would have been next to you. മിസ്സേ, പാട്ട് കൊള്ളായിരുന്നോ ചിരി കൊള്ളായിരുന്നോ? നിങ്ങൾ പറയും. ചിരി മാത്രമേ ഉള്ളായിരുന്നു. ആ ചിരി ഇല്ലായിരുന്നു എന്ത് രസമായിട്ട് പാട്ട് പാടിയായിരുന്നു. അത് തൊട്ടടുത്ത ആരാണ്? അവിടെ കുറെ അടുത്തുള്ളവരൊക്കെ പീക്കിരികളുണ്ട്, അവരാണ് പ്രശ്നക്കാര്. ഹംദാൻ സെഹറ. മോനെ റൈസാന്റെ ശരിയല്ലേ? ആ പാടിക്കോളി. ഹംദാൻ. ഹംദാൻ കഴിഞ്ഞിട്ട് സെഹറ. ഹംദാൻ. നാടിൽ നന്മകനെ പുന്മകനെ മുത്തായവനെ നിന്നും സൂര്യനും ചന്ദ്രനും ഒന്നായവനെ കാലം കാത്തു വെച്ച പാട്. കാലം കാത്തുവെച്ച രക്ഷകനെ സിംഹാരകനെ ഭയമേ മാറിക്കൊള്ളിയല്ല മറന്നുപോയി. ഇത്രയൊക്കെ ധാരാളമാണ്, അറിയാമോ? ഇതിൽ കൂടുതലായ ചിലപ്പം സൂപ്പർ ആയിട്ടുണ്ട്. സെഹറ മോള് പാടിക്കോളി. പൂവിയാം പൂങ്കതിയിലെങ്കിലൊന്ന ഫാത്തിമ ബീവിയോര ത്വാഹത്തിൻ കോർത്തിടുന്നല്ല ഫാത്തിമ ഓതിടും മെഹബൂബിൻ ഓർത്തിടും മെഹലെങ്ക ഓതിടും മെഹബൂബിൻ ഇപ്പൊ ലൈവ് പോയോ?
റിങ്കലെന്ത കണ്ണിന് മുത്തൊളി നല്ല ഫാത്തിമ, മുത്തൊളി നല്ല ഫാത്തിമ, മുത്തൊളി നല്ല ഫാത്തിമ, മുത്തൊളി നല്ല ഫാത്തിമ. താങ്ക് ഒരു കാര്യം ചോദിച്ചോട്ടെ, മിസ്ബ മിസ്ബ അവിടെ കൊട്ടാനൊക്കെ റെഡി ആയിട്ടിരിക്കുന്നുണ്ട്, പാടാനാണോ? യെസ്. ആ മിസ്സെ റെക്കോർഡ് ലൈവും പോകുവാണ്. റെക്കോർഡ് മിസ്സിന് എടുക്കാൻ പറ്റുമല്ലോ? എടുക്കാം. അതെ, ലൈവും പോണുണ്ട് ഇപ്പോ. ഓക്കെ, മിസ്ബ പാടിക്കോളി. കതിരുളിയ കനകദീപം ഫാത്തിമുന്നബിയേ, കതിരുളിയ കനകദീപം ഫാത്തിമുന്നബിയേ, കമറുദിച്ചതുപോലെ മണ്ണിൽ വന്നൊരു നബിയെ, ലൈലം പ്രകാശമേ തന്റെ ദാനമേ, ലൈലം പ്രകാശമേ ഉദയവന്റെ ദാനമേ. പ്രപഞ്ചമാകെ റഹ്മത്തായവരാ, പ്രകാശമേ ദൈവന്റെ ദാനമേ, ലകിലകിലം പ്രകാശമേ ദാനമേ. മടിയത്ത് മടിയത്ത് മണിയറ മണിയറയിൽ തിരുശർക്കറ, മടിയത്ത് മടിയത്ത് മണിയറ മണിയറയിൽ തിരുശർക്കറ. മോൻ നന്നായിട്ട് പാടിയിട്ടുണ്ട്. മോന് കൊട്ടി പാടിയിട്ടുണ്ടോ എവിടെയെങ്കിലും? അതോ മദ്രസയിൽ മോന് ദഫിനൊക്കെ ഉണ്ടായിരുന്നോ? യെസ്. ഓക്കെ. പിന്നെ വേറെ ഒമർ പാടുന്നുണ്ടോ? ഒമരേ പാടിക്കോളി. അമ്പിച്ചേരുള്ള അമ്പർ മണവുള്ള അമ്പത്തരുണിയാൽ പൂമുത്ത് ഹജറ, ദൂതരി ഇബ്രാഹിം ആദരപ്പൂവിന്റെ അഴകരു തങ്കപ്പൂ പൂമുത്ത് ഹജറ, സംസമിന്റെ ചരിത്രത്തിൽ പൂ മാരി ഹജറ, ഷഫ മർഹകാരിത്തത്തിൽ പൂമുത്ത് ഹജറ. എന്നിട്ടാണ് റൈസ് ഹാൻഡ് ചെയ്യാത്തല്ലേ? നന്നായിട്ട് പാടിയിട്ടുണ്ട്. നമ്മളിവിടെ ചോദിച്ചപ്പോ റൈസ് ഹാൻഡ് ചെയ്തില്ലല്ലോ ഒമർ. ഇപ്പൊ നമുക്ക് ഈ നല്ല പാട്ട് മിസ്സാവൂലേ? ഫൈഹ മോള് പാടുന്നുണ്ടോ മോളെ? പാടാൻ അറിയില്ലേ മോക്ക്? നല്ല വരയ്ക്കാൻ അറിയുന്നുണ്ടോ? പാടാത്ത എന്നാലും ട്രൈ ചെയ്യാല്ലേ? ട്രൈ ചെയ്യണം മോക്ക്. പൂന്തട്ട് താലോലം താരാട്ട് മധുരിക്കുന്നൊരു പാട്ട്, ഉമ്മാനെ മറക്കല്ലേ നോവും കൊടുക്കല്ലേ, ഇരുലോകം കളയല്ലേ നരകം നീ തേടല്ലേ, കാൽപാദം സുവർഗമെന്ന് നബിയോരും പറഞ്ഞതല്ലേ, ജന്നത്തിൻ വഴിയതെന്ന് വെള്ളാരക്കള്ളാമരമല്ലേ, അടിത്തട്ട് സ്വർഗീയ പൂന്തട്ട് താലോലം താരട്ട് മധുരിക്കുന്നൊരു പാട്ട്. പക്ഷെ ഫൈഹക്ക് പാടാൻ അറിയാമോ? പാടാൻ അറിയില്ലേ? മിസ് പറയും. ഫായിഹയ്ക്ക് പാടാനേ അറിയില്ല. എന്ത് രസമുള്ള പാട്ടല്ലേ കേട്ടത്. ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മളെല്ലാരും കേൾക്കേണ്ട ഒരു പാട്ട് തന്നെ. ഞാൻ അത് തന്നെയാണ് ഓർമ്മിച്ചത്. അതൊരു പിന്നെ ഒരു മെസ്സേജ് കൂടി. പിന്നെ യെസ്, എനിക്കും ജാൻവിക്ക് അങ്ങനെ പനിയൊന്നും ഇല്ല തോന്നി. കേട്ടല്ലോ. ജാൻവിക്ക് പനിയൊന്നും വരൂല. വെറുതെ റാബിറ്റ് ഒക്കെ മുകളിലിരുന്നാ പനി വരൂല. ആരാ പറഞ്ഞേ? ഓ പാടിക്കോളി. ആരോ നമിക്ക് ആൾക്കാരുടെ മോള ബാപ്പാന്റെ സ്വർണ്ണ കണിയ, അങ്ങനെ ഭാഗത്ത് ബീവ്യ ബാപ്പാന്റെ സ്വർണ്ണ കണിയ,
ഉമ്മാന്റെ 80 മോള പഠിക്കുന്ന വലിയൊരു സ്ഥലത്താ. അൽഹംദുലില്ല പഠിക്കുന്നുണ്ടല്ലോ. ഹൈറ് ആയി ആയി അടുക്കത്ത് നടക്കുന്ന മോളെ നിന്റെ ഉടുക്കത്തുള്ള റാണിയൊക്കെ അത് കഴിഞ്ഞ് ഭൂമിയിൽ ജീവിച്ചു ചേർക്കും. പക്ഷെ സത്യത്തില് നമ്മളെ പാട്ടായിരുന്നു ആദ്യം വെക്കാനുള്ള, എന്നിട്ട് ഈ വീരന്മാരെയൊക്കെ പാട്ട് പാടാൻ വെച്ച് പിടിക്കായിരുന്നു. അതെല്ലോ. എന്തൊക്കെ തലകുത്തി മറിയിലാണ് ഹൈദർ. ഹൈദർ ഹൈദരാണോ ഈ പാടിയെന്ന ഞാൻ ആലോചിക്കുന്നേ. നമിക് മോനെ, സമയം വളരെ ഇതായോണ്ടാണ്. നമിക്ക് പാടുന്നുണ്ടോ? പേര് വിളിച്ചത് മൈക്കോ. നമിക് മോൻ എന്ത് ചെയ്യാ ഇപ്പൊ? പാട്ട് പാടുന്നുണ്ടോ? സ്പീച്ച് പറയുന്നുണ്ടോ? ഇല്ല. എന്തില്ല? ഒന്നും ചെയ്യുന്നില്ല എന്നാ? മിസ്സിന് നമിക്കിന്റെ സ്പീച്ച് കേൾക്കണോ? മിസ്സിന് നമിക്കിന്റെ സ്പീച്ച് കേൾക്കണോ? പാട്ട് കേട്ടാ കൊള്ളാന്നുണ്ടായിരുന്നു. ഓക്കെ, എന്നിട്ട് ആ സ്പീച്ച് മക്കളൊന്ന് പറഞ്ഞു കൊടുത്തേ മിസ്സിന്. നമിക്, ആരാ കുട്ടിയെ ഡിസ്റ്റർബ് ചെയ്യുന്നത് പോലെ ഇരുന്ന് സംസാരിക്കുന്നു? ആ, ഓർമ്മയുള്ളത് മതി. ഓർമ്മയുണ്ട്. അത് മതി, അത് മതി, കുറച്ച് കുറച്ചു മതി. ഓർമ്മയുള്ളത് മതി പൊന്നെ. ആ ഓക്കെ, അപ്പോഴത്തേക്ക് നമുക്ക് വേറെ ആരുടെങ്കിലും അബ്ദുറഹ്മാൻ മോൻ എന്തെങ്കിലും പറഞ്ഞിണ്ടാ ഇപ്പോ? മിസ് അടുത്ത് ഇല്ല അതറിയാതെ മ്യൂട്ടാക്കിയത്. അൺമ്യൂട്ട് ഓക്കെ ആക്കിയതാ. റഹ്മത്ത്. റഹ്മത്ത് പാടുന്നുണ്ടോ മോളെ? എന്താ ഇന്ന് റഹ്മത്ത് ക്യാമറയൊക്കെ ഓഫ് ചെയ്തിരിക്കുന്നേ? നമുക്കിന് ഓർമ്മ വന്നോ? അതിന് മുമ്പ് തൊട്ട് മുമ്പ് ഒരു കാര്യം, ഇവിടെ എല്ലാവരുടെ പാരന്റ്സ് ഉണ്ടോ? പാരന്റ്സ് ഉണ്ടോ? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഇവിടെ മക്കൾ ഓരോ കാര്യം ചെയ്യുമ്പോഴാണ് നമ്മളത് മനസ്സിലാക്കുന്നത്. നമ്മൾ ഇത്രയും 1 മന്ത് കൂടെ ഉണ്ടായിരുന്നുവെങ്കിലും ഇവര് ആൾ ഉഷാറാണ്. നിങ്ങളെപ്പോലെ തന്നെ ഞങ്ങളും വിചാരിച്ചിരുന്നു ഇവര് ക്യാച്ച് ചെയ്യുമോ അബാക്കസ്. പക്ഷെ ഈ ഒരു കുറച്ചു നേരം അവർക്ക് കൊടുത്തപ്പോൾ മനസ്സിലായി അവർ ക്യാച്ച് ചെയ്യും. അബാക്കസ് എന്നല്ല, അവർക്ക് അവർക്ക് താല്പര്യമുള്ള മേഖലകളിൽ നമ്മളാക്കി കഴിഞ്ഞാൽ അവര് നന്നായിട്ട് ഉഷാറായിക്കോളും. മനസ്സിലായില്ലേ? അവരെ ഹാപ്പി ആയിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യുക. നമ്മളെല്ലാം കൊണ്ട് കൊടുക്കണമെന്നില്ല അവർക്ക്. എല്ലാം നമ്മളിങ്ങനെ ഫീഡ് ചെയ്ത് കൊണ്ട് കൊടുക്കുമ്പോൾ അവരങ്ങനെ കിട്ടുമെന്ന് വിചാരിച്ചിരിക്കും. നിങ്ങൾ അവസരങ്ങൾ എത്തിച്ചു കൊടുക്കുക. അതിപ്പോ അബാക്കസ് ക്ലാസ്സിന് വേണ്ടിയിട്ട് മാത്രമെന്നല്ല, എന്താണോ അവർക്ക് ഇൻട്രസ്റ്റ്, അവർക്ക് ആവശ്യമുള്ളത്, അല്ലെങ്കിൽ അവർക്ക് ഉപകാരപ്പെടുന്നത് എന്ന് നമുക്കറിയാം. അവരുടെ ഇൻട്രസ്റ്റ് ഒരു സൈഡില്, അതുപോലെ തന്നെ അവർക്ക് ഉപകാരപ്പെടുന്നത് ഇപ്പൊ നമുക്കേ അറിയാവൂ. നിങ്ങൾ പലരും അറിയിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ സ്റ്റാർട്ടിങ് സമയത്ത് മക്കളെ ഇങ്ങനെ പിടിച്ചിരുത്തുന്നത് ഭയങ്കര പാടായിരുന്നു. ഇതൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്തിട്ട് ഇവര് ഹോംവർക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ ബുക്കിൽ വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നു. പക്ഷെ ഇന്ന് ഇവരെ കണ്ടില്ലേ? ഇവര് ഇന്ന് നമ്മള് അവരുടെ അടുത്ത് ലാസ്റ്റ് ക്ലാസ് ആണ്. നിങ്ങൾ എല്ലാരും ജോയിൻ ചെയ്യണം എന്ന് പറഞ്ഞപ്പോ ഇവിടെ അബാക്കസിന്റെ എന്തെങ്കിലും ഉണ്ടായിരിക്കും എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ഇവര് ജോയിൻ ചെയ്തത്. അപ്പൊ നമ്മളിവിടെ നേരത്തെ പറഞ്ഞിട്ടില്ല പാട്ടുണ്ടാവും പറഞ്ഞു, പക്ഷെ നമ്മൾ വേറെ ഒന്നും പറഞ്ഞിട്ടേ ഇല്ല ഇത്രയും സമയം ഇവരെ ഫ്രീ ആക്കി വിടുമെന്നൊന്നും. അപ്പോ അവർക്ക് ആവശ്യമുള്ളത് നമ്മൾ ആദ്യം അവരൊരു മടി കാണിച്ചാലും സമയമില്ല എന്നുള്ളതൊന്നും നോക്കാതെ നമ്മൾ എത്തിച്ചു കൊടുക്കുകയാണെങ്കിൽ അവർ നന്നായിട്ട് ചെയ്യും. അവര് ഞങ്ങൾക്കിപ്പോ ഓക്കെയാണ്. അവര് നന്നായിട്ട് ക്യാച്ച് ചെയ്യുന്നുണ്ട്, നന്നായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ അവരത് ചെയ്യാൻ അനുവദിച്ചാൽ മാത്രം മതി. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ മക്കള് നാളെയുടെ വാഗ്ദാനങ്ങളാണ് അല്ലേ? ഇന്നലെ നമ്മൾ കണ്ട മഹത് വ്യക്തിത്വങ്ങളെല്ലാം ഇന്നലെയുടെ ആരുടെയോ ഇതുപോലെ വന്ന കുഞ്ഞു മക്കളാണ് അല്ലെ? അപ്പൊ നമ്മുടെ മക്കളും അങ്ങനെ തന്നെയാണ്, നാളെയുടെ വാഗ്ദാനങ്ങളാണ്. നമ്മുടെ പേരും അവരുടെ പേരിലും ഉച്ചത്തിൽ പറയാൻ പറ്റുന്ന നമ്മുടെ പിന്നെ ഏറ്റവും നല്ല പ്രതീക്ഷയാണ്. നിങ്ങള് അവരെ
ഏറ്റവും നല്ല കാര്യങ്ങളിൽ കൂടെ കൊണ്ടുപോവുക. ഞങ്ങൾക്ക് അവരോടൊപ്പം ഇത്രയും ദിവസം ട്രാവൽ ചെയ്തതിൽ ഒരുപാട് സന്തോഷം. ആ ഒരു മൊമെന്റിനെ അവർക്ക് ഓർമ്മിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ക്ലാസ് ഇങ്ങനെ തന്നെ വെച്ചത്. ഒരു 1 അവർ നിങ്ങൾക്ക് നിങ്ങളുടെ ടൈമിനെ നമ്മൾ ചോദിക്കാൻ കാരണം, ഒരു ക്ലാസ് എന്ന് പറഞ്ഞിങ്ങനെ ചോദിക്കാൻ കാരണം, അവർക്ക് ഓർമ്മയുള്ളപ്പം വരെ അബാക്കസ് എന്ന് പറയുമ്പോൾ അവർക്ക് മൈൻഡിൽ ഉണ്ടാവണം. അതിന് വേണ്ടിയിട്ട് തന്നെയാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു സെക്ഷൻ വെച്ചത്. അപ്പോ റഹ്മത്ത് മോള് പാടാണ് മിസ്സേ. മിസ് ആ പിന്നെ വേറെ എന്തെങ്കിലും പറയാനുണ്ടോ മിസ്സേ? നമുക്കിപ്പം എനിക്ക് ഭയങ്കര പറഞ്ഞത് ഇത്രയേ സന്തോഷം ഉള്ളൂ. തോന്നി കേട്ടോ. അത് അതെ, സെക്കൻഡ് ഇന്നത്തെ മിസ്സേ, ദിവസം ഭയങ്കര ഫൈഹായ് അടിപൊളിയായിരുന്നു. ഫാത്തിമായ ഭയങ്കര സന്തോഷം തോന്നി. പേഴ്സണലി എനിക്കും അതൊരു ടീച്ചറിനെ ബാക്കിയുള്ളവരൊക്കെ ചെയ്തില്ല എന്നോ ബാക്കിയുള്ളവരൊക്കെ പിന്നെ പറഞ്ഞില്ല എന്നോ അല്ല, ഒരു കുട്ടി ഒരു ടീച്ചറിനെ ഒരു പിക്ചർ വരയ്ക്കാൻ പറ്റുമെങ്കിൽ അത് ഓർമ്മിച്ച് വരയ്ക്കുക. ആ ടീച്ചർ എന്ന നിലയിൽ അവര് ആസ് എ പേഴ്സൺ ഭയങ്കര സന്തോഷമായിരിക്കും നമുക്ക് ആർക്ക് തന്നെ ആയാലും. അതും പിന്നെ കൃത്യമായിട്ട് ക്ലാസ് എടുക്കുന്ന ആ ഒരു ഫേസോട് കൂടിയിട്ട് അങ്ങനെ വരയ്ക്കുക. ആ സ്പീക്കർ ഹെഡ്സെറ്റ് പോലും മോളത് ഒഴിവാക്കിയിട്ടില്ല. അത് തന്നെയാണ് ഞാനത് ശ്രദ്ധിച്ചറിയുക. അതുപോലെ പിന്നെ അബാക്കസിനെ കുറിച്ച് പറഞ്ഞതും പറയാതെ ഇനിയിപ്പോ അറിയാത്തതുകൊണ്ട് ചെയ്യാത്തതുമായ മക്കളുണ്ട്. പക്ഷെ അതൊന്നും നമുക്ക് ചെയ്തില്ല എന്നുള്ളത് വിഷയമില്ല. അവരിന്ന് ഇവിടെ ലാസ്റ്റ് ക്ലാസ് ആണെന്ന് പറയുമ്പോൾ അവരെത്തിയല്ലേ, ലാസ്റ്റ് ക്ലാസ് അല്ലേ ഇനിയിപ്പോ എന്തിന് എന്ന് ഒരു മാറി നിന്നില്ലല്ലോ. ഒരു വലിയ സന്തോഷം മിസ്സേ. അതെ, ഇപ്പൊ മൊത്തത്തിൽ ഇന്നത്തെ ക്ലാസ് നല്ല രസമുണ്ടായിരുന്നു അല്ലെ? ഇത്രയും കഴിവുള്ള ആളുകളാണ്, എന്തൊക്കെ ടാലൻസ് ആണ് ഇവരുടെ എന്ന് നമ്മൾ ഇന്നാണ് അറിയുന്നത്. അപ്പം എല്ലാരും അടിപൊളിയായിട്ട് ചെയ്തു. ഭയങ്കര സന്തോഷമുണ്ട്. എന്റെ ലൈഫിൽ ആദ്യമായിട്ടേ ഞാൻ എന്നെ വരച്ച് കാണുന്നേ. അത് മാത്രമല്ല, എല്ലാപ്പോഴും ഞാനിപ്പം എന്റെ ഒരു കസിൻ സിസ്റ്റർ ഉണ്ട്. അവളിപ്പോ ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ ഫോട്ടോസ് ഒക്കെ പോസ്റ്റ് ചെയ്യുമ്പോൾ ഞാൻ നോക്കുമ്പോൾ ആൾക്ക് അയച്ചു കൊടുക്കുന്ന ഫോട്ടോ നോക്കിയിട്ടാണ് അവൾ വരയ്ക്കുന്നത്. എന്റെ ഫോട്ടോ നോക്കി വരയ്ക്കാൻ ഫായിഹയ്ക്ക് എവിടെയില്ല. ഒരു 1 അവർ ഇത്രയും ദിവസം 1 അവർ എന്നെ ക്ലാസ്സിൽ കാണുന്ന ഒരു സംഭവം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നിട്ടും ആ ഒരു പിക്ചർ ആള് വരച്ചെടുത്ത് കണ്ടപ്പോ ഭയങ്കര സന്തോഷം. അതേപോലെ തന്നെ അബാക്കസിലാണെങ്കിലും സ്റ്റാർട്ടിങ്ങിലുള്ളതിനേക്കാൾ എല്ലാവർക്കും വലിയൊരു ഇമ്പ്രൂവ്മെന്റ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കും അത് ഫീൽ ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി മുമ്പോട്ടും നല്ല രീതിയിൽ പഠിക്കുക. നമുക്ക് എക്സാമും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസ് ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യും. മക്കൾക്ക് ടാസ്ക് ആയിട്ട് ഞാൻ ഒരു വർക്ക് തന്നിട്ടുള്ളത് ഡെയിലി ഫോർമുലാസ് എഴുതി നോക്കണം എന്നുള്ളതാണ്. അതെല്ലാവരും നിർബന്ധമായിട്ടും എഴുതുക. പാരന്റ്സ് അവരെ സപ്പോർട്ട് ചെയ്യുക. കൃത്യമായിട്ട് ഫോർമുലാസ് എഴുതി നോക്കണം എല്ലാ ദിവസവും. നിങ്ങൾക്ക് ഹെൽപ്പിന് വേണ്ടി നമ്മൾ കൃത്യമായിട്ട് അയച്ചു തരുന്നുണ്ട്. എല്ലാം കൂടെ ഒരു ഷീറ്റിൽ അത് എഴുതി വെക്കുക, നോക്കുക. എന്നിട്ട് വർക്കുകളൊക്കെ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഡൗട്ടുകൾ തോന്നുവാണെങ്കിൽ നമ്മളെ അടുത്ത് മെസ്സേജ് ചെയ്യുക. അതിനുള്ള റിപ്ലൈ തരുന്നതായിരിക്കും. അതേപോലെ തന്നെ കുറച്ച് പ്രാക്ടീസ് ക്വസ്റ്റ്യൻസും ഞാൻ ഗ്രൂപ്പിലിടും. അതും എല്ലാ ആളുകളും ചെയ്തു നോക്കണം കേട്ടോ. നമ്മൾക്ക് എക്സാമിനുള്ള പ്രിപ്പറേഷന്റെ ഭാഗമായിട്ടിരുന്ന പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ആണ്. അത് എല്ലാ മക്കളും ചെയ്തു നോക്കുക. എന്തെങ്കിലും ഡൗട്ടുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മൾക്ക് മെസ്സേജ് ചെയ്യുക, അതിന് റിപ്ലൈ തരാം. ഓക്കെ, ക്ലിയർ ആണോ ഓക്കെ, അതുപോലെ എല്ലാവർക്കും? തന്നെ റഹ്മത്ത് മോൾ എന്തിനാണ് റൈസ് ഹാൻഡ് ചെയ്തത്? പാട്ട് പാടാനല്ലേ? Yes, ma'am. ഓക്കെ, പാടി. പാടിക്കേ. ولا أنا معتمد، ربي نجي يا أحد، ربي نجي يا سمد، ربي يا الله، ربي نجي يا أحد، ربي نجي يا سمد، ربي يا مي معتمد، ربي يا الله، ربي يا متعالي يا الله، ربي حي العالي يا الله، ربي سوي الطاعة يا الله، ربي تو الباء يا الله، ربي يا الله، ولا أنا معتمد، ربي نجي يا أحد، ربي نجي يا سمد، ربي يا الله. Thank you. ഓക്കെ. സൂപ്പർ, നന്നായിട്ട് പാടിയിട്ടുണ്ട് കേട്ടല്ലോ അതെ. മക്കളെ. ഇനി നിങ്ങളുടെ സമയമാണ്. ഇതുവരെ നിങ്ങൾ അബാക്കസ് പഠിച്ചതിലും അബാക്കസ് ചെയ്തതിലും നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഒരു കുട്ടി ടൈം കൂടെ ഉണ്ട്. മിസ് കൊടുക്കാലോ അല്ലെ? യെസ് യെസ്. കുറച്ച് ടൈം നിങ്ങൾക്ക് തരാം. നമ്മുടെ ടൈം ഔട്ട് ആണ് എങ്കിൽ കൂടെ കുറച്ച് ടൈം കൂടെ നമ്മൾ തരാം. നിങ്ങൾക്ക് ചോദിക്കാം അബാക്കസ് എങ്ങനെയാണ്, എക്സാം ഒക്കെ വരുന്നുണ്ട്, ഫോർമുലാസിലോ ചെയ്യുന്നതിലോ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാവേ. ആരെങ്കിലും ചോദിക്കും, നമുക്ക് അറിയാം എന്നൊന്നും ഇരിക്കരുത്. ഓക്കെ, അബ്ദുറഹ്മാൻ. ചെയ്തോട്ടെ. എവിടെ പോവാ? ഞാൻ ഇന്നും കൂടെ അല്ലേ ഉള്ളൂ. ഡൗട്ട് ഒന്നും ഇല്ലെങ്കിൽ ലീവ് ചെയ്തോ, കുഴപ്പമില്ല.
താങ്ക് യു മിസ്. ഓക്കെ, എക്സാം ഒക്കെ നന്നായിട്ട് ചെയ്യണം കേട്ടാ. ഓക്കെ മിസ്. ഓക്കെ, ഹൈദർ എന്താ പറഞ്ഞ കേട്ടില്ല. പറഞ്ഞോളി. എക്സാമിന് ഫോർമുല ആയിട്ട് എഴുതാനില്ല, പക്ഷെ ഫോർമുല ഉപയോഗിച്ചിട്ട് വേണമല്ലോ നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യാനായിട്ട്. ഓക്കെ 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 വാ. മിസ്സേ, ഓ, എത്ര എക്സാം? എക്സാം ഡേറ്റ് എക്സാം മാം നമുക്ക് എപ്പോഴാന്ന് ഗ്രൂപ്പിൽ ചോദിച്ചു ഇടും. കഴിഞ്ഞാൽ പറഞ്ഞോളൂ മാം. നമിക്കിന്റെ പിക്ചർ കണ്ടിരുന്നേ, നല്ല ഭംഗിയുണ്ട്. അബ്ദുറഹ്മാൻ എക്സാം എപ്പോഴാണെന്ന് ചോദിച്ചാല് നമ്മളെ ഇൻഫോം ചെയ്യും കേട്ടല്ലോ. ഇൻഫോം ചെയ്യും എപ്പോഴാണെന്നുള്ളത്. ഒരുപാട് താമസിക്കില്ല. ആ, പിന്നെ നമ്മുടെ 3 ക്ലാസ് റൂമുകൾ, നമ്മളെ രാവിലെ, ഈവനിങ്, നൈറ്റ് ക്ലാസ് റൂമുകളുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും കൂടെ ചേർത്ത് ഒരുമിച്ചായിരിക്കും എക്സാം നടക്കുന്നത്. അത് ഏത് ടൈമാണെന്ന് നമ്മൾ അറിയിക്കും. നിങ്ങളുടെ ക്ലാസ് ടൈമോ അല്ലെങ്കിൽ ചേഞ്ചസ് ഉണ്ടോ എന്ന് നമ്മൾ ഗ്രൂപ്പിൽ അറിയിക്കും. ഗ്രൂപ്പ് ശ്രദ്ധിക്കുക കേട്ടല്ലോ. വേറെ ആർക്കെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ മക്കളെ? ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാം. എല്ലാവർക്കും എല്ലാം ക്ലിയർ ആണോ? മക്കളെ ഫോർമുലാസ് പിന്നെ ക്ലാസ് കഴിഞ്ഞു പഠിക്കാൻ ഇന്നലത്തെ ക്ലാസ്സിൽ മിസ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫോർമുലാസ് ആ, ഫോർമുല എഴുതി പഠിക്കുന്നേ. അപ്പൊ നമുക്ക് 1 മുതൽ 9 വരെയുള്ള സംഖ്യകൾക്കാണ് ഫോർമുലാസ് ഉള്ളത്. 1, 2, 3, 4 നമ്പേഴ്സിന് നമുക്ക് സ്മോൾ ഫ്രണ്ട് ഫോർമുലയുണ്ട്, അതേപോലെ ബിഗ് ഫ്രണ്ട് ഫോർമുലയുണ്ട്. 5ന് ഒറ്റ ഫോർമുലയുള്ളൂ, ബിഗ് ഫ്രണ്ട് ഫോർമുല. അടുത്തത് 6, 7, 8, 9 ഈ നമ്പേഴ്സിന് ബിഗ് ഫ്രണ്ട് ഫോർമുലയുണ്ട്, അതേപോലെ കോമ്പിനേഷൻ ഫോർമുലയുണ്ട്. അപ്പൊ ആ ഫോർമുലാസ് ഒക്കെ ഓ, പറഞ്ഞോളൂ മിസ്സേ. ഓക്കെ, ഈ ഫോർമുലാസ് നമ്മൾ ചെയ്യുന്ന സമയത്ത് ഇപ്പൊ 1, 2, 3, 4 ഈ 4 നമ്പേഴ്സ് ചെയ്യുമ്പോൾ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, സ്മോൾ ഫ്രണ്ട് ഫോർമുല ചെക്ക് ചെയ്ത് നോക്കുക. അത് ഓക്കെ ആണോ നോക്കുക. ഓക്കെ ആണെങ്കിൽ നമുക്ക് അത് ചെയ്യാം. ഇപ്പൊ സ്മോൾ ഫ്രണ്ട് പറ്റുന്നില്ലെങ്കിൽ അവിടെ ഉറപ്പായിട്ട് ബിഗ് ഫ്രണ്ട് ഫോർമുല ആയിരിക്കും ചെയ്യേണ്ടത്. അതേപോലെ തന്നെയാണ് 6, 7, 8, 9 ഈ നമ്പേഴ്സിൽ ഒരു ഫോർമുല നമുക്ക് ചെയ്യണം. അവിടെ ഡയറക്ട്ലി നമുക്ക് നമ്പേഴ്സ് ആഡ് ചെയ്യാനില്ലെങ്കിൽ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം. ഹംദാന്റെ സൗണ്ട് ഇല്ല, ബാക്കി എല്ലാവർക്കും ഓക്കെ ആണല്ലോ ഹംദാൻ. അപ്പൊ 6, 7, 8, 9 നമ്പേഴ്സിന് നമുക്ക് മോനെ ആഡ് ചെയ്യാനില്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അവിടെ ഫസ്റ്റ്ലി നമ്മൾ ബിഗ് ഫ്രണ്ട് ഫോർമുല ചെക്ക് ചെയ്യും. ബിഗ് ഫ്രണ്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് അവിടെ ചെയ്യാം. ഇൻ കേസ് ബിഗ് ഫ്രണ്ട് അവിടെ പോസിബിൾ അല്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, കോമ്പിനേഷൻ ഫോർമുലയാണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ബേസിക്കലി നമുക്ക് ഇത്രയും മനസ്സിലാക്കുക ഏതൊക്കെ നമ്പേഴ്സിന് ഏതൊക്കെ ഫോർമുലാസ് ഉണ്ടെന്ന് കൃത്യമായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഫോർമുല എഴുതി പഠിക്കാൻ പറഞ്ഞത്. അപ്പൊ നമുക്ക് ഒരു ഐഡിയ കിട്ടും, ഓ ഇത്രയും നമ്പേഴ്സിന് ഈ ഫോർമുലയൊക്കെ ഉണ്ട്, അപ്പൊ ഇത് ചെക്ക് ചെയ്തിട്ട് ഇത് ഇല്ല എങ്കിൽ നമുക്ക് അടുത്ത ഫോർമുലയാണ് യൂസ് ചെയ്യേണ്ടത് എന്ന് നമുക്ക് ആ ഫോർമുല കറക്റ്റ് ആയിട്ട് പഠിച്ചാലേ നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പൊ അത് വീണ്ടും വീണ്ടും പറയാണ്, കൃത്യമായിട്ട് മക്കൾ എല്ലാവരും എഴുതി പഠിക്കണം. ഇനി ഹൈദർ പറഞ്ഞേ, തിങ്കളാഴ്ച മട്ടൻ ബിരിയാണി തിന്നാൻ വരുമെന്നാണോ? ഞങ്ങൾ വരൂ. ഞങ്ങൾ വണ്ടിയൊക്കെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. ഞാനും സാദിയ മിസ്, സുമീല മിസ് ഒക്കെ വരും. ആ, ഇനി പറ. ഉമ്മയ്ക്കാണോ പറയാനല്ലേ? അല്ല, അതാ നേരം പറഞ്ഞിട്ട് ഇത് കൊടുത്തില്ലല്ലോ ക്യാപ്പ്. ഉശോ, പറഞ്ഞോ. ഇപ്പൊ പറഞ്ഞോ? എന്താ പറഞ്ഞോ? കുഞ്ഞു പറഞ്ഞോ. ഇനി ക്ലാസ് ഉണ്ടോന്നാ? തിങ്കളാഴ്ച ക്ലാസ് ഉണ്ടോ? തിങ്കളാഴ്ച ക്ലാസ് ഇല്ല. ഇനി നമ്മൾ ക്ലാസ് വേണമെങ്കിൽ സെക്കൻഡ് ലെവലിലോട്ട് ജോയിൻ ചെയ്യണം. സെക്കൻഡ് ലെവലിലോട്ട് ജോയിൻ ചെയ്യാനുള്ളവര് നമ്മൾ ഇൻസ്ട്രക്ഷൻസ് തന്നിട്ടുണ്ട്. നിങ്ങൾ അതുപോലെ തന്നെ നോക്കിയിട്ട് അറിയിക്കുക. സെക്കൻഡ് ലെവലിൽ നീതു മിസ്സിനെ കാണിച്ചു തരാം. വരണേ, ഉമ്മച്ചിയുടെ അടുത്ത് പറഞ്ഞിട്ട് വരണം. ഓക്കെ, നമിക്ക് മാം ഈ ഫോർമുലാസ് മാം ഒന്നിച്ചിട്ട് ഫോട്ടോ അയക്കുന്നതാണോ? ആ അതെ അതെ, ഞാൻ ഷാഡോ നമുക്ക് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യും കേട്ടോ. ഓക്കെ. ആ ഫോർമുലാസ് ഒന്ന് ഫുൾ 1 ടൈം എഴുതി നോക്കുക. ഒന്ന് എഴുതിയിട്ട് എവിടെയെങ്കിലും സ്റ്റിക്ക് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അങ്ങനെയും ചെയ്തു കൊടുക്കുക. അപ്പൊ അവർക്ക് പഠിക്കുന്ന സ്ഥലത്താവുന്ന സമയത്ത് കണ്ടിന്യൂസ്ലി കണ്ട് അവരത് പെട്ടെന്ന് ക്യാച്ച് ചെയ്യും. ഡെയിലി എല്ലാ ദിവസവും ഒന്ന് എഴുതിക്കുക. എക്സാം വരെ നമ്മൾ എല്ലാ ദിവസവും ഒന്ന് എക്സാം കഴിഞ്ഞ് നിങ്ങളിപ്പോ ലെവൽ 2ലേക്ക് വരികയാണെങ്കിൽ എപ്പോഴും വേണ്ടത് തന്നെയാണ് എല്ലാ ദിവസവും ഒരു 5 മിനിറ്റ് വരെ നമുക്കത് ഫുൾ ആയിട്ട് എഴുതാൻ. അതിനുള്ള ഒരു എഫർട്ട് നിങ്ങൾ ഇടുക. കാരണം ഇത്രയും ഈ ഒരു മാസം നമ്മൾ 1 മണിക്കൂർ എല്ലാ ദിവസവും ഓരോ മണിക്കൂർ വേണ്ടി ഇരുന്നല്ലേ, ഇനി ഒരു 5 മിനിറ്റ് ഇരുന്നാൽ മതി.
അപ്പൊ അവരത് ടച്ച് വിട്ടുപോകാതെ ആ ഫോർമുല കിട്ടിക്കഴിഞ്ഞാൽ ഇതേ സ്പീഡ് അല്ലെ ഇതിനേക്കാൾ സ്പീഡിൽ അവരെ ഓക്കെ ആയിക്കോളും. കഴിയുമെങ്കിലും 1 മണിക്കൂർ നമ്മൾ ക്ലാസ്സിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചത് നമ്മൾ എത്ര തിരക്കിന് എവിടെയെങ്കിലും പോയാലും ഒരു അരമണിക്കൂർ അവർക്ക് കൊടുക്കുക. മക്കൾ ഇതൊന്ന് ചെയ്ത് നോക്കിയേ. അവരുടെ ആ ഒരു കണ്ടിന്യൂ ആയിട്ടുള്ള ആ ഒരു ഇത് മാറാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അതൊന്ന് കഴിയുമെങ്കിൽ നിങ്ങൾ മക്കളെ റിമൈൻഡ് ചെയ്യുക. ഇത് ചെയ്തിട്ട് പോവാം രാവിലെയോ ഉച്ചയ്ക്കോ ഏതെങ്കിലും ഒരു സമയം വെച്ചിട്ട്. അപ്പൊ അവർക്കത് പെട്ടെന്ന് അതിൽ നിന്ന് ടച്ച് വിട്ട് പോവില്ല. മാം മിസ്റ്റേ 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 ഓ പറേ മിസ്റ്റേ മിസ്റ്റേ പറഞ്ഞു കേക്കുണ്ട്. പറഞ്ഞോ. തിങ്കളാഴ്ച പറഞ്ഞോ. പക്ഷേ നിങ്ങൾ തിങ്കളാഴ്ച പോണമെന്നാണ് അതിനെ ഇത്രയും ഇതിൽ വിളിച്ചത് ഹൈദർ. പോവണം എന്നല്ലേ പറഞ്ഞേ? വീട്ടിലോട്ട് വരാനല്ലേ? ആ ഓക്കെ വരാട്ടോ. എവിടെ വീട് പറഞ്ഞു തന്നില്ല കേട്ടോ എനിക്ക്. എങ്ങനെയാ വരുന്നേ ഇപ്പോ? പക്ഷേ ഹംദാൻ എന്തോ പറയണമെന്നുണ്ട്. ആ ഓക്കെ. നേരത്തെ പറഞ്ഞത് ഞാൻ കേട്ടില്ല, സൗണ്ട് എന്തോ ആയതാ. ഓക്കെ. ആ എല്ലാവരും ഹാൻഡ് റൈസ് ചെയ്ത് സംസാരിക്കും. ഹാൻഡ് റൈസ് ചെയ്തേ. നമ്മൾ പറഞ്ഞത് ഫോർമുലയുടെ കാര്യമാണ് മോനെ. ഓക്കെ ഫോർമുല. മിസ്സേ, എന്നാ നമുക്ക് പിന്നെ വൈൻഡപ്പ് ചെയ്യാലോ. യെസ് ഞാൻ വോയിസ് ഇടാം ഗ്രൂപ്പില്. ഓക്കെ അപ്പം ഗ്രൂപ്പ് എല്ലാരും ഒന്ന് ഫോളോ ചെയ്യുക, ചെക്ക് ചെയ്യുക, മെസ്സേജസ് എല്ലാം നോക്കുക, ഇന്നത്തെ റെക്കോർഡ്സ് ഒന്നും കൂടെ കാണുക, എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ. വീണ്ടും ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യം, ഞങ്ങളും താങ്ക്ഫുൾ ആണ്. നിങ്ങളെ അപ്രിഷ്യേറ്റ് ചെയ്തേ പറ്റുള്ളൂ. ഞങ്ങൾക്ക് മുമ്പിൽ ഇരിക്കുന്ന ഈ മക്കളുടെ പാരന്റ്സ്, നിങ്ങളാണ് അവരുടെ ഏറ്റവും വലിയ സപ്പോർട്ട്. അവര് ഇത്രയിടം വരെ എത്തിയിട്ടുണ്ടെങ്കിൽ ഒരു മാസത്തില് നമുക്കറിയാം വെക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരുപാട് കാര്യങ്ങളിലൂടെ പോകുന്നൊരു സമയമാണ്. അവര് ഞങ്ങൾക്ക് മുമ്പിൽ 1 മണിക്കൂർ ഇങ്ങനെ വന്നിരിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ മാത്രം എഫർട്ടിലാണ് അവർ വന്ന് ഇരിക്കുന്നത്. ഓക്കെ, നിങ്ങളുടെ ആ ഒരു സപ്പോർട്ട്, നിങ്ങളുടെ ആ ഒരു അവരെ കൂടെ ഇരുന്ന് ചെയ്യാനും ചെയ്യിപ്പിക്കാനും ഉള്ള ഒരു എഫർട്ട്, അതിന് ഞങ്ങൾ അങ്ങോട്ട് താങ്ക്ഫുൾ ആണ്. തുടർന്ന് നമ്മുടെ മക്കളാണ് ഇവരെ ഏറ്റവും നല്ല മക്കളായിട്ട്, അല്ലെങ്കിൽ ഏറ്റവും നല്ല വ്യക്തിത്വങ്ങളായിട്ടൊക്കെ നമുക്ക് അറിയാൻ പറ്റട്ടെ. ഞങ്ങള് സ്പെഷ്യൽ താങ്ക്സ് പറയാണ് പാരന്റ്സിന്. ഓക്കെ മിസ്സേ. യെസ് താങ്ക് യു. ഇപ്പൊ നന്നായിട്ട് എക്സാം ഒക്കെ എഴുതി നല്ല മിടുക്കന്മാരൊക്കെ വരേട്ടാ. യെസ് ബൈ.